അല്ല, അമ്മയും മോളും കൂടെ എങ്ങോട്ടാ? ഞങ്ങൾ പോവുക. എന്തിനു വെറുതെ ചേട്ടനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു? ഗോപാലൻ പോവാൻ പറഞ്ഞു. അത് ചേട്ടൻ ഒരിക്കലും പറയില്ല. അപ്പൊ അറിയാതെ പോവാണോ? ഇവിടെ വന്ന് ഇത്രയും ദിവസം ചേട്ടന്റെ കൂടെ താമസിച്ചിട്ട് പറയാതെ പോകുന്നത് ശരിയല്ല. ചേട്ടനെ കൊണ്ട് എന്നെ സഹായിക്കാൻ പറ്റില്ല. ആ, എന്നാലും ഗോപാലൻ അറിയാതെ പോകുന്നത് ശരിയല്ല. വാ മോളെ. ശമ്പളം കിട്ടിയില്ലോ? കിട്ടിയല്ലോ. പിന്നെ ഇവിടുത്തെ പറ്റു തീർക്കാത്തത്? കിട്ടിയത് ഡിപ്ലിക്കോസുകാരന് കൊടുത്തു. ഇനി ഇത്തിരി വെട്ടുവേലി വരാനുണ്ട്, അപ്പോഴും തരാവണ. എടാ, നിന്റെ ഈ ഡിപ്ലിക്കോസ് അടി നിർത്തിയല്ലാതെ നീ ഗതി പിടിക്കത്തില്ലടാ. എന്നാ 2 ബോണ്ടാതാകുന്ന പിള്ളേ. ബാവാ, ഇതാരാ? ഇത് നമ്മുടെ ഗോപാലന്റെ ഉടപ്പിറന്നോളും കുഞ്ഞുവാ. ഗോപാലിന് സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ ഉണ്ടോ? തന്തയും തള്ളയുടെ പാർട്ടിയാണെന്നാണല്ലോ പറയുന്നത്. ചിലർക്കൊക്കെ തന്തയും തള്ളയും കാണും, നിങ്ങൾക്കൊക്കെ ഇല്ലാത്തതായിരിക്കുമല്ലോ. ചേട്ടാ, അവൻ നമ്മക്കിട്ടൊരു വെപ്പ് വെച്ചിട്ടാണല്ലോ പോയത്. അവൻ വയ്ക്കുന്നവനാടാ. നീ ആ കൊച്ചിന്റെ മോന്തെ ശ്രദ്ധിച്ചോ? ഇല്ല. ബാവയുടെ തനി സ്വരൂപല്ലയോ? നേരോ? ആ, എന്നാലും നമ്മുടെ ജാതിക്കാരത്തി ഒരു പെണ്ണ് ഇങ്ങനെ നശിച്ചു പോയല്ലോടാ. നീ എവിടെ പോയിരുന്നു? അവര് വീട്ടിൽ തന്നെ ഇറങ്ങിയതാ. വഴിക്ക് വെച്ച് ഞാൻ കണ്ടു, കൂട്ടിക്കൊണ്ടു. നീ എന്താ പറയാതെ പോയത്? ഞാൻ വെറുതെ ഈ വീട്ടിൽ നിന്ന് ചേട്ടനെ വിഷമിപ്പിച്ചിട്ട് എന്താ കാര്യം? പോലെ പാർട്ടി ബന്ധങ്ങൾ പോലെ കുടുംബ ബന്ധങ്ങളും വലുതാ, അത് നീ മറക്കരുത്. ചേട്ടാ, ഞാൻ നീ പോകണ്ട. ഒന്നമേ, വേഗം കാപ്പി കൊണ്ടുപാടി. ഇന്നെന്താ ഇത്ര ധൃതി? ഇങ്ങോട്ടാ, പതിവില്ലാതെ. അല്ല, ക്യാമ്പിനും ആയിരിക്കും. ഏയ്, ഞാൻ വർക്കിംഗ് സ്പോട്ടിലേക്കാ. വർക്കിംഗ് സ്പോട്ടിലേക്കോ? അതെന്താ പതിവില്ലാതെ? വർക്കിംഗ് സ്പോട്ടിലേക്ക് ഞാൻ പോകാതിരുന്നാ പറ്റുമോ? അവന്മാരുടെ ഭരണല്ലേ, വല്ലവനും വല്ലതും എഴുതി വെച്ച കുഴപ്പമാവും. നേരാ, നീർക്കോടി കടിച്ചാലോ അത്താഴം മുടങ്ങുമല്ലോ. ആട്ടെ, ബില്ലിന്റെ കാര്യം എന്തായി? എന്താകാന്? ഇതിന്റെയൊക്കെ പെറ്റീഷൻ കാരണമല്ലേ എന്റെ ബില്ല് തടഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും തടയാൻ പറ്റില്ല ചേട്ടാ. ഞാനിവിടെ എഞ്ചിനീയർ ആയിരിക്കുകയാണെങ്കിൽ ഈ ബില്ല് പാസ്സാക്കി എടുക്കും. പാസ്സാക്കിയാലും ഇല്ലെങ്കിലും നമ്മുടെ നിലനിൽപ്പിന് ഈ ഗോപാലിനെ നിലയ്ക്ക് നിർത്തിയേ പറ്റൂ. ഒന്നുകിൽ പിണങ്ങി, അല്ലെങ്കിൽ ഇണങ്ങി. ആ തെണ്ടി പരിശോധനയോട് ഇണങ്ങാനോ? സാറിനത് പറയാം, അവരുടെ കയ്യിലാ ഭരണം. അതുകൊണ്ട് ഗോപാലിനെ പോക്കറ്റിലാക്കുന്ന ആ ബുദ്ധി. ഈ അഭിപ്രായം സ്വന്തമോ അതോ വീട്ടുകാരിയുടേതോ? ആ, വീട്ടുകാരുടെ ആണെന്ന് വെച്ചോ. സാറേ, വയസ്സന്മാര് ഭരിച്ച് തോറ്റപ്പഴിഞ്ഞ അവള് രംഗത്ത് വന്നത്. അപ്പൊ പെൺബുദ്ധി എന്ന് പറ. സാറേ, പെൺബുദ്ധി പൊൻബുദ്ധി എന്നല്ലയോ? ഇപ്പൊ പെൺബുദ്ധിയല്ലേ ജയിച്ചിരിക്കുന്നത്. സാറ് വർക്കിംഗ് സ്പോട്ടിലേക്കാണോ? എന്നാ വാ. എന്തോ ആ എഞ്ചിൻ ഒന്നും വന്നില്ലേ? സാറ് രാവിലെ വന്നതാണല്ലോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടോ? ആഹാ, സാറ് രാവിലെ സൂപ്പർവിഷൻ വേണ്ടി വന്നല്ലോ, വളരെ സന്തോഷം. ആ, അപ്പൊ നമ്മൾ വിളിച്ചാലും സാറ് വരും. പിന്നെ നമ്മുടെ സാറല്ലേ, വിളിച്ച് അവരായിരിക്കാൻ പറ്റും. സാറേ, അങ്ങോട്ട് കയറി ചെന്ന് ആ സിമെന്റും മണലോ കുഴക്കുന്നത് ശരിയാന്ന് നോക്കിയാട്ട് ധൈര്യമായിട്ട് കയറി ചെല്ല്. മാറ് പോവാല, മാർക്കവിടെ ഉണ്ടാക്കാതെ. ഗോപാല, എനിക്കൊരു കാര്യം പറയാനോ. എന്തുവാ? ഒന്നിങ്ങോട്ട് വന്നാണ്. പെട്ടെന്നുണ്ടായ കോപം കൊണ്ട് ഞാൻ പറഞ്ഞ ഗോപാലം പൊറുക്കണം. കോപം ആർക്കും വരും സാറേ, എനിക്കതിൽ പരിഭവമില്ല. എന്റെ ബില്ല് മാറി കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളെ കുറിച്ച് ഞാൻ തീർത്തു തരുമായിരുന്നു. പക്ഷെ നിങ്ങൾ പെറ്റീഷൻ കൊടുത്ത കാരണം അത് തടഞ്ഞു വെച്ചിരിക്കുക. പെറ്റീഷനോ? ഞങ്ങളാരും പെറ്റീഷൻ കൊടുത്തു. പിന്നെ ബില്ല് മാറി കിട്ടാത്തത് അത് സാറ് പോയി അന്വേഷിക്കണം. ഏതായാലും 2 ദിവസം കൂലി തീർത്ത് കൊടുത്തില്ലെങ്കിൽ സംഗതി വഷളാകും. ഗോപാല, ഞാൻ ആകെ വിഷമത്തിലാണ്. അത് ഞാൻ എന്ത് ചെയ്യാന്? എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ വൈകുന്നേരം വീട്ടിലോട്ട് വരാം. അവിടെ കാണുമോ? കാണും.
ഗോപാല ഗോപാല ആരാണെന്ന് നോക്കാം. ഗോപാലിന്റെ ഇല്ലേ? ചേട്ടൻ കഞ്ഞി കുടിക്കുക. ആ അങ്ങനെ ഒറ്റ കുടിച്ചാലോ? അല്ല സാറോ ഇവിടെ ഇരിക്കാനുള്ള ഞാൻ വിളിക്കുള്ള ഞാനും വളരെ പാവപ്പെട്ടവനായിട്ട് ജീവിതം ആരംഭിച്ചതാണ്. കാലം മംഗളാവൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കൂലി കുടിശ്ശിക കാര്യങ്ങളൊക്കെ എങ്ങനെ തീരുമാനിച്ചു? അത് പറയാനാ ഞാൻ വന്നത്. ഒരു 25,000 രൂപയെങ്കിലും ഇല്ലാതെ പാർട്ടിയൊന്നും തുള്ളി കൊടുക്കാൻ നിർത്തില്ല. ഞാൻ എന്റെ കാട് വിൽക്കാൻ ഏർപ്പാട് ചെയ്തു. ഒരു 2-3 ദിവസത്തേക്ക് ക്ഷമിക്കാൻ ഗോപാലൻ തൊഴിലാളികളോടൊന്ന് പറയണം. സാറിന് അറിഞ്ഞുകൂടെ, അന്നന്ന് കിട്ടുന്ന കൂലി കൊണ്ട് ജീവിക്കുന്നവരാണ് തൊഴിലാളികൾ. ഇനി അവധി പറഞ്ഞാൽ അവർ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഗോപാലൻ പറഞ്ഞ അവർ കേൾക്കും. ദൈവത്തെ ഓർത്ത് ഗോപാലൻ എന്നെ ഒന്ന് സഹായിക്കാം. കൺട്രാക്ട് സാറേ, കൺട്രാക്ട് സാറേ, ഇന്ന് 5 മണിക്ക് കൂലി തരാമെന്ന് പറഞ്ഞിട്ട് ആഫീസിൽ ചെന്നിട്ട് ആരെയും കണ്ടില്ല. സാറിന്റെ വണ്ടി റോഡിൽ കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്ക് കൂലി തരണം. ഗോപാല നീ ഒന്ന് പറ. കോൺട്രാക്ടർ സാറ് അല്പം വിഷമത്തിലാണ്. അദ്ദേഹത്തിന്റെ ബില്ല് മാറി കിട്ടിയില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കുറച്ച് പണം കടമെടുക്കാൻ ശ്രമിച്ചു, അതും കിട്ടിയില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ക്ഷമിച്ചേ പറ്റൂ. നിങ്ങൾ എന്തിനാ ഏക്ക് വേണ്ടി അവതാ പറയുന്നത്? അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ? 2 ദിവസത്തേക്കുള്ളിൽ ക്ഷമിക്കൂ, അദ്ദേഹം കൂടി തീർത്തു തരും. ബാവാ, എന്താ വേണ്ടത്? എന്താ വേണ്ടതെന്നോ? നിങ്ങളുടെ നേതാവ് വലിയ കൺട്രാക്ടിന് വേണ്ടി ശുപാർശ ചെയ്യുന്നത്. പോയി ഉണ്ടേ ചേർന്ന് ഉറങ്ങടാ. ഗോപാല ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതൊരു ഉപകാരമാണോ സാറ്? ഇത് 5,000 രൂപയുണ്ട്. ഗോപാലൻ ചെയ്തെന്ന ഉപകാരത്തിന് ഇത് കൈയിരിക്കട്ടെ, ആരും അറിയണ്ട. ഈ പണം കയ്യിൽ വെച്ചോണ്ടല്ലേ നിങ്ങളുടെ കയ്യിൽ ഒരു കാശ് പോലും ഇല്ലെന്ന് പറഞ്ഞത്? കോൺട്രാക്ടർ സാറേ, തൊഴിലാളിയെ ഒറ്റുകൊടുക്കുന്ന ജൂഡാസാണ് ഞാൻ നിങ്ങൾ വിചാരിച്ചു. നമ്മൾ തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ മുതലാളിയും ഞാൻ തൊഴിലാളിയുമാണ്. നിങ്ങൾക്ക് പോകാം. വീട്ടിൽ പോകാൻ. ചേട്ടാ, സരോജിനി, ഞാൻ ഈ പണം വാങ്ങിയിരുന്നെങ്കിൽ നിന്റെ ആവശ്യം സാധിക്കുമായിരുന്നു എന്നല്ലേ നീ പറയാൻ ഭാവിച്ചത്? എനിക്ക് നിന്നേക്കാളും നമ്മുടെ കുടുംബത്തെക്കാളും വലുത് എന്റെ തൊഴിലാളി സഖാക്കളാണ്. അവർ ഞാൻ ഒരിക്കലും വഞ്ചിക്കില്ല, ഒരിക്കലും. ആ പണം എന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് അവൻ പറയാണ് ഞാൻ തൊഴിലാളി വഞ്ചകനാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവനൊരു തലതെറിച്ചവനാണെന്ന്. ചേട്ടൻ ഇനിയും അവനെ പഠിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ അവനെ പഠിച്ചു. എന്നെ അവമാനിച്ചതിന് ഞാൻ അവനെ വെറുതെ വിടയില്ല. ഒരു പക്ഷെ നാളെ പണി മുടക്കുമായിരിക്കും. എന്നാലും കൺട്രാക്ടർ വാസുക്കുട്ടൻ പിള്ള അവന്റെ ഒപ്പം നോക്കില്ല. ചേട്ടാ, ഇവിടെ പണി മുടക്കിയാൽ കുന്നപ്പുഴ പാലത്തിന്റെ പണി ഉടനെ തുടങ്ങണം. അതിന് സിമന്റ് കമ്പി ഇതുവരെ കിട്ടിയില്ലല്ലോ. ചേട്ടന്റെ സിമന്റും കമ്പി തന്നെയല്ലോ ഇവിടത്തെ ഗോഡൌണിലിരിക്കുന്നത്. ലോറി കൊണ്ടൊന്ന് കയറ്റിയിട്ട് പോണം. കാര്യം കൊള്ളാം, പക്ഷെ അവന്മാർ തടഞ്ഞാലോ? തടയട്ടെ, തടയണം. അപ്പോഴല്ലേ കളി മാറുന്നത്. സാറേ, അവന്മാർക്ക് കൂലി കുടിശ്ശികയുണ്ട്. ആ നിലയ്ക്ക് ചേട്ടാ, കണക്കുകൂട്ടൽ തെറ്റിയാൽ ഉടനെ അടവ് മാറ്റണം. യുവന്മാരുടെ മുന്നിൽ തോൽക്കുന്നത് അപമാനമാണ്. ആ ഇരപ്പാളികളുടെ മുമ്പിൽ ഈ വാസുക്കുട്ടൻ പിള്ള തോക്കാനോ? അന്ന് കാക്ക മലന്ന് പറഞ്ഞു. നീ പോയി വിസ്ക് എടുത്തിട്ട് വാ. ഓ, ഇന്നെന്താ നേരത്തെ തുടങ്ങാൻ പോവാണോ? പോയി എടുത്തിട്ട് വാടി.